ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞത് നീട്ടി സുപ്രീം കോടതി. 18-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സുമോദ് വിവരങ്ങളും വായിച്ചിരുന്നു. സുമോദ്, എന്താണ് കോടതിയിലുണ്ടായത്? മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ജയശ്രീ ആവശ്യപ്പെട്ടത് അടിയന്തരമായി തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ പോലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ചില്ല. അതേസമയം അറസ്റ്റ് നേരത്തെ തടഞ്ഞിരുന്നു. ഈ അറസ്റ്റ് തടഞ്ഞത് സമയം നീട്ടി നൽകുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയത്. ഇതിനോടൊപ്പം തന്നെ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങളൂടി സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. 18-ാം തീയതി ജയശ്രീ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരാകണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ മുഴുവൻ സ്വർണവും അടിച്ചു മാറ്റിയെന്ന് ഇന്നലെ വാർത്ത കണ്ടു എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കൊടിമരത്തിൽ നിന്ന് അടക്കം സ്വർണം മോഷ്ടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിനു വേണമെങ്കിൽ എയിംസിൽ തന്നെ ചികിത്സയ്ക്കുള്ള സജ്ജീകരണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോടതി ചോദിച്ചത് കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു. കേരളത്തിൽ എയിംസ് ഇല്ലെങ്കിൽ അതേ സൗകര്യമുള്ള മറ്റ് ആശുപത്രികളിൽ സൗകര്യം നൽകാം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ നിരീക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടത് കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ US